രാഷ്ട്രീയത്തിലും MLA ആയതിലും ഞാനിപ്പോൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ജീവിതത്തിന് വേണ്ടുന്ന വരുമാനം കിട്ടില്ല എന്നുറപ്പാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചതെന്ന് രമേഷ് പിഷാരടി തുറന്നു പറയുന്നു. സിനിമയിൽ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആൾ അതൊക്കെ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൽ റിസ്ക് ഇല്ലേ എന്ന ചോദ്യത്തിനും മറുപടിയുണ്ട്. കലയിൽ നിന്നും കിട്ടിയതെല്ലാം ലാഭമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡിഗ്രി വരെ പഠിച്ച എനിക്ക് കിട്ടിയ പേരും സമ്പാദ്യവും വിചാരിച്ചതിലും വലുതാണ്. നാട്ടിൽ കിട്ടുമായിരുന്ന സുരക്ഷിതമായ മാസവരുമാനമുള്ള ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് മിമിക്രിയിലേക്ക് ചാടുന്നത്. സ്റ്റേജിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അന്നെടുത്തത്ര റിസ്ക് ഇപ്പോഴത്തെ ചാട്ടത്തിലില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇനിയൊന്നും പുതുതായി ചെയ്യാനില്ലെന്ന തോന്നൽ വരും. അങ്ങനെ ഒരു മനസ്സുമായി നിൽക്കുമ്പോഴാണ് കുറച്ചുനാൾ മുൻപ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആ സ്ത്രീയെ ഞാൻ കണ്ടത്. നിറഞ്ഞ കണ്ണുകളോടെയാണ് അവർ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് ഓട്ടിസ്റ്റിക്കായ ഒരു മകളുണ്ട്. മകളുടെ അസുഖം അംഗീകരിക്കാനും അതുമായി പൊരുത്തപ്പെടാനും ആദ്യമൊക്കെ പ്രയാസമായിരുന്നു. ഡിപ്രഷനിലേക്ക് വീണുപോയിരുന്നു. അപ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് പിഷാരടി പറഞ്ഞ ഒരു വീഡിയോ കണ്ടത്. പിന്നെ പിഷാരടി സംസാരിക്കുന്ന വീഡിയോകൾ കാണുന്നത് ശീലമായി. ഇതുവരെ വന്ന ഏതാണ്ട് എല്ലാ അഭിമുഖങ്ങളും ചാനൽ പരിപാടികളും കണ്ടു. അത് കണ്ടു ചിരിക്കുമ്പോൾ എന്റെ സങ്കടങ്ങൾ മറക്കാൻ തുടങ്ങി. ഞാനപ്പോൾ ഓർത്തു, സത്യത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്ത ജോലിയാണിത്. എനിക്ക് ഒരു ക്രെഡിറ്റും എടുക്കാൻ അർഹതയില്ല. അപ്പോഴാണ് ഇത്രയും നാൾ പൈസ വാങ്ങി ജനങ്ങളെ ചിരിപ്പിച്ചതല്ലേ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത മനസ്സിലേക്ക് വന്നത്. കല എൻ്റെ കയ്യിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരിടത്ത് അത് ഉപയോഗിക്കാമെന്ന ആത്മവിശ്വാസവുമുണ്ട്. വിജയിച്ചു കഴിഞ്ഞ് AK ആന്റണി സാറിനെ കാണാൻ പോയി. അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞു. ജനമനസ്സിൽ നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. വിനയം വേണം, അതുമതി എന്നായിരുന്നു മറുപടി. മമ്മൂക്ക പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ചതാണോ രമേഷ് പിഷാരടിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായതെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. 4-5 വർഷം മുൻപാണ് KK ശൈലജ ടീച്ചർക്ക് മനോരമ ന്യൂസിന്റെ ന്യൂസ് മേക്കർ അവാർഡ് സമ്മാനിക്കുന്ന ദിവസം. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ മമ്മൂക്കയ്ക്കൊപ്പം ഞാനും പോയി. അന്നു ഞാൻ രാഷ്ട്രീയത്തിലെത്തുമെന്ന വാർത്ത അന്തരീക്ഷത്തിലുണ്ട്. ആ യാത്രയിൽ മമ്മൂക്ക പറഞ്ഞു, നാളെ നേരെ സിനിമയിൽ നിന്നിറങ്ങി തെരഞ്ഞെടുപ്പിൽ നിൽക്കരുത്. ആദ്യം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. പിന്നെ സിനിമാ നടൻ എന്ന വിലാസം രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കരുത്. രണ്ടും രണ്ടാണ്. അത് ഞാൻ പാലിച്ചു. അതുതന്നെയാണ് ജീവിത വിജയത്തിൽ എത്തിച്ചതെന്ന് ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രമേഷ് പിഷാരടി വ്യക്തമാക്കി.